ദൈവനാമത്തിന് മഹത്വം. ഡോക്ടർ ജെ ഓട്ടിസ് യോഡറിൻ്റെ പ്രത്യാശയുടെ ദൂതന്മാർ എന്ന പോഡ്കാസ്റ്റ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ സന്ദേശം നിങ്ങൾക്കായി ഭാഷാന്തരം ചെയ്തത് പാസ്റ്റർ ജെയ്സൺ തോമസ് ആണ്. നാലാമത്തെ ഈ സന്ദേശത്തിൻ്റെ പേര് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ. പ്രിയരെ, ആരുടെയെങ്കിലും പക്കൽ എല്ലാ ഉത്തരങ്ങളും ഉണ്ടോ? ആ ചോദ്യത്തിനുള്ള ഉത്തരം അതേ എന്നും ഇല്ല എന്നുമാണ്. ദൈവത്തിന് എല്ലാ ഉത്തരങ്ങളും ഉണ്ടെന്നത് ഉറപ്പാണ്. ഒരു മനുഷ്യനും എല്ലാ ഉത്തരങ്ങളും ഇല്ല. എന്നിരുന്നാലും ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ജീവിതത്തിലെ ആഴമേറിയ ചോദ്യങ്ങൾക്കും അവന് ഉത്തരങ്ങൾ ലഭിക്കും. അതായത് ചോദ്യങ്ങൾക്ക് അവന് കൂടുതൽ ഉത്തരങ്ങളുണ്ടാകും. നമുക്കെല്ലാവർക്കും ഉത്തരങ്ങൾ കണ്ടെത്താൻ പ്രയാസമുള്ള ചോദ്യങ്ങളുണ്ട്. ചില സന്ദർഭങ്ങളിൽ ദൈവം കാണുന്നത് പോലെ എല്ലാം കാണാൻ കഴിയാത്തതിനാൽ ഇത് സംഭവിക്കുന്നു. ചില ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങളുമായി നാം ജീവിക്കണം. എന്നാൽ ദൈവത്തെ വ്യക്തിപരമായി ദൈവമായി നാം ശരിക്കും അറിയുന്നുവെങ്കിൽ നമ്മുടെ ചോദ്യങ്ങൾക്ക് ദൈവത്തിൽ തന്നെ അതർപ്പിക്കുവാൻ കഴിയുമെങ്കിൽ അതിന് പരിഹാരമുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് ഈ കഠിനമായ ചോദ്യങ്ങൾ അവർക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത കുരുക്കുകളായി മാറുന്നു. അവർ ആ ചോദ്യങ്ങളാൽ കെണിയിലാകുന്നു. മറ്റുള്ളവർക്ക് ആ ചോദ്യങ്ങൾ അന്വേഷണത്വരയുണ്ടാക്കുന്നു. അതവരെ യഥാർത്ഥ ഉത്തരങ്ങളിലേക്ക് നയിക്കുന്നു. ദൈവത്തിൻ്റെ വിശുദ്ധ വചനത്തിലും അവനുമായുള്ള ബന്ധത്തിലും കണ്ടെത്താൻ കഴിയുന്ന ഉത്തരങ്ങളിലേക്ക്. ആ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരങ്ങൾ ലഭിക്കണമെങ്കിൽ നമ്മൾ ശരിയായ ഉറവിടത്തിലേക്ക് പോകണം. ചില ആളുകൾ ഇപ്പോഴും ചോദ്യങ്ങളുമായി പൊരുതുന്നുണ്ട് എങ്കിലും തൃപ്തികരമായ ഉത്തരങ്ങൾ കണ്ടെത്തുന്നില്ല. അതിലെനിക്ക് അതിശയമില്ല. കാരണം ശരിയായ ഉറവിടത്തിലേക്ക് പോകുന്നത് വരെ ജീവിതത്തിലെ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരങ്ങൾ കണ്ടെത്തുക അസാധ്യമാണ്. ശരിയായ ഉറവിടം ബൈബിളാണെന്നാണ് എൻ്റെ വിശ്വാസം. ശരിയായുള്ള വിശ്വാസം തീർച്ചയായും വ്യത്യാസം സൃഷ്ടിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 19 മുതൽ 28 വരെ നമുക്ക് ശ്രദ്ധിക്കാം. നീ ആർ എന്ന് യോഹന്നാനോട് ചോദിക്കേണ്ടതിന് യഹൂദന്മാർ യെരുശലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അവൻ്റെ അടുക്കൽ അയച്ചപ്പോൾ അവൻ്റെ സാക്ഷ്യം എന്തെന്നാൽ അവൻ മറുക്കാതെ ഏറ്റുപറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല എന്ന് ഏറ്റുപറഞ്ഞു. പിന്നെ എന്ത്, നീ ഏലിയാവോ എന്ന് അവനോട് ചോദിച്ചതിന് അല്ല എന്ന് പറഞ്ഞു. നീ ആ പ്രവാചകനോ എന്നതിന് അല്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അവർ അവനോട്, നീ ആരാകുന്നു? ഞങ്ങളെ അയച്ചവരോട് ഉത്തരം പറയേണ്ടതിന് നീ നിന്നെക്കുറിച്ച് തന്നെ എന്തു പറയുന്നു എന്ന് ചോദിച്ചു. അതിനവൻ, യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വഴി നേരെ ആക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന് ശബ്ദമാകുന്നു എന്ന് പറഞ്ഞു. അയക്കപ്പെട്ടവർ പരീശന്മാരുടെ കൂട്ടത്തിലുള്ളവർ ആയിരുന്നു. എന്നാൽ നീ ക്രിസ്തുവല്ല, ഏലിയാവല്ല, ആ പ്രവാചകനുമല്ല എന്ന് വരികിൽ നീ സ്നാനം കഴിപ്പിക്കുന്നത് എന്ത് എന്ന് അവർ ചോദിച്ചു. അതിന് യോഹന്നാൻ, ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്, എൻ്റെ പിന്നാലെ വരുന്നവൻ തന്നെ, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്നുത്തരം പറഞ്ഞു. ഇത് യോർദാനക്കരെ യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്ന ബെഥാന്യയിൽ സംഭവിച്ചു. ഈ രേഖപ്പെടുത്തിയ സംഭാഷണത്തിൽ നാം എല്ലാവരും നേരിടുന്ന അടിസ്ഥാനപരമായ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ആദ്യത്തെ ചോദ്യം തിരിച്ചറിയലിൻ്റെ ചോദ്യമാണ്. അവർ യോഹന്നാൻ ശ്രാവകൻ്റെ അടുക്കൽ ഒരു ചോദ്യവുമായി വന്നു. നീ ആരാണ്? തന്നെ സ്വയം തിരിച്ചറിയുവാനും തൻ മശിഹ അല്ലെന്ന് അവർക്ക് വ്യക്തമാക്കാനും അവൻ വളരെ വേഗത്തിൽ ശ്രമിച്ചു. ഇംഗ്ലീഷിൽ ക്രിസ്തു എന്നത് അഭിഷിക്തൻ എന്നർത്ഥമുള്ള ഗ്രീക്ക് പദമാണ്. കൂടാതെ മശിഹ എന്നതിൻ്റെ എബ്രായ പദത്തിന് സമാനവുമാണ്. ഞാൻ മശിഹ അല്ല, യോഹന്നാൻ ശ്രാവകൻ പറഞ്ഞു. അപ്പോൾ അവർ, നീ ഏലിയാവാണോ? കർത്താവിൻ്റെ വലുതും ഭയങ്കരവുമായ ദിവസം വരുന്നതിന് മുമ്പ് ഏലിയാവ് വരുമെന്ന് മലാക്കി പ്രവചിച്ചു. അതിനാൽ അവർ അവനോട്, അവൻ ഏലിയാവാണോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, അല്ല. അവർ പിന്നെയും ചോദിച്ചു, നീ ആ പ്രവാചകനാണോ? ഏത് പ്രവാചകൻ? ആവർത്തന പുസ്തകം 18:15 തന്നെ പോലെയുള്ള ഒരു പ്രവാചകനെ അവർക്കായി ദൈവം എഴുന്നേൽപ്പിക്കുമെന്ന് മോശ പറഞ്ഞു. അവർ ആ പ്രവാചകനെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് അവർ, നീ ആ പ്രവാചകനാണോ എന്ന് ചോദിച്ചു. യോഹന്നാൻ ശ്രാവകൻ സ്വയം പരിചയപ്പെടുത്തി, അല്ല, ഞാൻ ആ പ്രവാചകനല്ല. അപ്പോൾ അവരുടെ ചോദ്യം, ശരി, അപ്പോൾ നീ ആരാണ്? അവർ യെശയ്യാവിൽ നിന്ന് ഉദ്ധരിച്ചു, കർത്താവിൻ്റെ വഴി നേരെയാക്കുവിൻ, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ. ഈ സംഭാഷണത്തിൽ നിന്ന് യോഹന്നാൻ സ്നാപകന് ഒരു പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു എന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകും. മിശിഹായ്ക്ക് വഴിയൊരുക്കുന്ന ശബ്ദമായിരുന്നു അദ്ദേഹം. ഇവിടെ എനിക്ക് നിങ്ങളോടൊരു ചോദ്യമുണ്ട്. നിങ്ങൾ ആരാണ്? നിങ്ങൾക്കുള്ള പദവി എന്താണ്? നിങ്ങൾക്കൊരു സ്ഥാനമുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. പക്ഷേ നിങ്ങളത് കണ്ടെത്തിയോ? ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ?
നിങ്ങൾ ആരാണ് എന്ന് ഞാൻ ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം? യോഹന്നാൻ തൻ്റെ മറുപടിയിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ, കർത്താവിൻ്റെ വഴി നേരെയാക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഏറ്റവും ശ്രേഷ്ഠമായ ജോലിയാണ്. അപ്പോൾ ആദ്യം തിരിച്ചറിയലിൻ്റെ ചോദ്യമായിരുന്നു അത്. അതിന് വ്യക്തമായ ഉത്തരം ലഭിച്ചു. രണ്ടാമത്തെ ചോദ്യം വിശദീകരണ ചോദ്യമാണ്. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, നീ മിശിഹായോ ഏലിയാവോ ആ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് സ്നാനം കഴിപ്പിക്കുന്നത്? യോഹന്നാൻ അവർക്ക് മറുപടി നൽകി. അദ്ദേഹം പറഞ്ഞു, ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു. അത് സത്യവുമായിരുന്നു. പുതിയ നിയമത്തിലെ യോഹന്നാൻ്റെ സ്നാനം വിശദീകരിക്കുന്ന മറ്റു വാക്യങ്ങളിലേക്ക് തിരിയുമ്പോൾ ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതായി നമുക്ക് മനസ്സിലാക്കാം. അതിനാൽ യോഹന്നാൻ്റെ ജലസ്നാനം മാനസാന്തരത്തിൻ്റെ അടയാളമായി ഒരു സ്നാനമായിരുന്നു. പക്ഷേ അവൻ പറഞ്ഞു, എന്നേക്കാൾ വലിയവൻ മറ്റൊരാൾ വരുന്നു. വാസ്തവത്തിൽ അവൻ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഇടയിലുണ്ട്, പക്ഷേ നിങ്ങൾ അവനെ അറിയുന്നില്ല. അവൻ വരുമ്പോൾ എനിക്ക് അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ പോലുമുള്ള യോഗ്യതയില്ല. അവൻ എന്നേക്കാൾ വലിയവനാണ്. അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ലെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ചെയ്യുന്നത് എന്തിനാണ് ചെയ്യുന്നത്? ആ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയുമോ? യോഹന്നാൻ സ്നാപകൻ അതിന് നന്നായി ഉത്തരം നൽകി. കാരണം അദ്ദേഹത്തിന് മിശിഹായുമായി ഒരു പ്രത്യേക ബന്ധമുണ്ടായിരുന്നു. അവൻ തൻ്റെ വിളി നിറവേറ്റുകയായിരുന്നു. മിശിഹായുമായി നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ബന്ധമാണുള്ളത്? നിങ്ങൾ എന്തിനാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ എനിക്ക് എങ്ങനെ ഉത്തരം നൽകും? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ യേശു ക്രിസ്തുവുമായി നമുക്കുണ്ടായിരിക്കേണ്ട ബന്ധത്തെ കാണിക്കുന്നു. തിരിച്ചറിയേണ്ട ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ നിങ്ങൾ അവനെ വന്നിരിക്കുന്നവനായി അറിയുമോ? വരാനിരിക്കുന്നവനാണവൻ. അവന് വേണ്ടി ഒരു നേരായ പാതയൊരുക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? വിശദീകരണത്തിൻ്റെ ചോദ്യത്തിന് നിങ്ങൾ എങ്ങനെ ഉത്തരം നൽകും? നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? അത് അഭിഷിക്തനുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണോ? മിശിഹ വരുന്നു. യോഹന്നാൻ തൻ്റെ കാലത്ത് അങ്ങനെയാണ് അത് കണ്ടത്. നിങ്ങളതിനെ എങ്ങനെയാണ് കാണുന്നത്? മിശിഹായായ യേശു ക്രിസ്തുവുമായി നിങ്ങൾക്ക് വ്യക്തിപരമായ ബന്ധമുണ്ടോ? സ്നേഹിത, നിങ്ങൾക്കിപ്പോൾ തന്നെ ആ ബന്ധമുണ്ടാക്കുവാൻ കഴിയും. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, പരിശുദ്ധ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല വാക്കുകൾക്കായി നന്ദി പറയുന്നു. തിരുവഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേൾവിക്കാരെല്ലാവരെയും അങ്ങ് ധാരാളമായി അനുഗ്രഹിച്ചാട്ടെ. അങ്ങുമായ ഒരു നല്ല ബന്ധത്തിലേക്ക് വരുവാൻ അവരെ സഹായിക്കണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ.